ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ മതിമോൾ. അപ്പോൾ എനിക്കിന്ന് നിങ്ങളുമായിട്ട് പങ്കിടാനുള്ള വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേസ് പേജിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലുമായിട്ട്. ആക്ട്രസ് റിമ കല്ലിങ്കൽ ഒരു ഇൻ്റർവ്യൂവിൽ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് കേരള എന്നുള്ള ഒരു ചാനലിന് റിമ ഇൻ്റർവ്യൂ കൊടുക്കുകയായിരുന്നു. അപ്പോൾ എന്നെക്കുറിച്ച് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മതിമോൾ എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്നോ, എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണ് എന്ന് റിമ പറഞ്ഞു. അപ്പോൾ താങ്ക് യു റിമ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രേഖ പീറ്റർ എന്നുള്ള ഒരു ഇൻഫ്ലുവൻസർ ആസ്ട്രേലിയയിലുള്ളതാണ്. അപ്പോൾ രേഖയും എനിക്കുള്ള ഒരു താങ്ക് യു മെസ്സേജായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. രേഖയെ ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്തെന്നും എന്നോട് താങ്ക് യു പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ താങ്ക് യു രേഖ. അപ്പോൾ എനിക്ക് റിമയുടെയും അതുപോലെ രേഖയുടെയും വീഡിയോ നിങ്ങളിൽ പലരുമാണ് എനിക്ക് അയച്ചു തന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ ആരെങ്കിലും എന്നെക്കുറിച്ച് സംസാരിച്ചാലും ഒന്നും ഞാൻ അറിയുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് അയച്ചു തന്ന എല്ലാവരോടും താങ്ക് യു പറയുന്നു. എനിക്കപ്പോൾ വളരെ സന്തോഷം തോന്നി. റിമയും രേഖയും എന്നെ ഇഷ്ടപ്പെടുന്നതിൽ മാത്രമല്ല, അവരുടെ പോസ്റ്റിന് താഴെ വന്ന ആ കമൻസ്, നിങ്ങളും അതിലെഴുതി മതിയാൻ്റിയെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, മതിയാൻ്റിയുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന്. നിങ്ങൾ ആ വീഡിയോയുടെ താഴെ മാത്രമല്ല, എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും താഴെ അത്രമാത്രം സ്നേഹമുള്ള കമൻസാണ് നിങ്ങൾ എനിക്ക് തരാറുള്ളത്. അപ്പം അതിലൊക്കെ താങ്ക് യു പറയുന്നു. പക്ഷേ ഞാൻ മാത്രമല്ല ആ കമൻസ് വായിച്ച് എൻജോയ് ചെയ്യുന്നത്. എന്നോട് പലരും പറയാറുണ്ട്, എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുന്നവർ പലരും അതിന് താഴെ വരുന്ന കമൻസും വായിച്ച് എൻജോയ് ചെയ്യാറുണ്ടെന്ന്. അത് വായിക്കുമ്പോൾ അവർക്കൊരു സന്തോഷവും സമാധാനവും തോന്നാറുണ്ടെന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആരുടെ പോസ്റ്റിന് താഴെയാണെങ്കിലും മോശം കമൻസും അല്ലേ, സ്ത്രീകളെ ചീത്ത പറയുന്നതായിട്ടും അങ്ങനെയുള്ള കമൻസ് വായിക്കുമ്പോൾ നമ്മൾ ഈ കമൻസ് എഴുതിയവരെ അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചല്ല പറയുന്നതെങ്കിലും നമുക്ക് എന്തോ ഒരു ഭീതി തോന്നുകയാണ്. നമ്മുടെ ചുറ്റും എന്തോ ഒരു സേഫ് അല്ലാത്ത പോലെ, ഒരു വൈരാഗ്യ ബുദ്ധിയുള്ളവരുടെയും അസൂയക്കാരുടെയും ഇടയിലാണ് നമ്മൾ എന്നുള്ള ഒരു ഭീതി നമ്മളിൽ തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, റിമയുടെയും അതുപോലെ തന്നെ രേഖയുടെയും പോസ്റ്റിന് താഴെ വന്ന കമൻസിൽ നിങ്ങൾ പലരും ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. നിങ്ങൾ പലരും കമൻസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുന്നു. രേഖയും അതുപോലെ തന്നെ റിമയും എന്നെക്കുറിച്ച് അങ്ങനെ സംസാരിച്ചപ്പോൾ അതിലെന്താണ് നമ്മൾ കാണുന്നത്? അവരുടെ ആ കൈൻഡ്നെസ്, അവരുടെ ആ സ്ട്രെങ്ത്, അവരുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് നമുക്കതിൽ കാണാൻ പറ്റുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഏതൊരു സ്ത്രീയെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കാനോ അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനോ വളരെ എളുപ്പമുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരും പെർഫെക്റ്റ് അല്ലല്ലോ. പക്ഷേ ഒരു സ്ത്രീയിലുള്ള നന്മ അല്ലെങ്കിൽ അവരുടെ കഴിവ് അത് അപ്രീഷിയേറ്റ് ചെയ്യുക, മാത്രമല്ല അത് ലൗഡായിട്ട് പബ്ലിക്കിനോട് പറയാനുള്ള ആ കോൺഫിഡൻസ് അല്ലേ. അപ്പോൾ നമുക്ക് ചുറ്റും അതിന് പകരമായിട്ട് എന്താണ് കാണുന്നത്? നമ്മൾ സ്ത്രീകൾ അങ്ങനെയാണ്, മറ്റുള്ള സ്ത്രീകളുടെ കുറ്റം കണ്ടുപിടിച്ച് അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് കുറ്റം പറയുക, അവരുടെ സംസാരത്തെക്കുറിച്ച് കുറ്റം പറയുക, അവരുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അല്ലേ, അത് കാലകാലങ്ങളായിട്ട് അങ്ങനെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെക്കുറിച്ച് താത്തി സംസാരിക്കുമ്പോൾ നമ്മൾ അതിൽ എന്താണ് കാണുന്നത്? അത് അവരുടെ ഇൻസെക്യൂരിറ്റി. ആ ഇൻസെക്യൂരിറ്റിയിൽ നിന്ന് തന്നെയാണ് മറ്റൊരു സ്ത്രീയെ താത്തി സംസാരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു ഫാമിലിയുടെ ഇമോഷണൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ സ്ത്രീ ആയിരിക്കും. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പല ഫാമിലികളിലും ഇപ്പോൾ സഹോദരങ്ങൾ, നല്ല സ്നേഹമുള്ള സഹോദരങ്ങളായിരിക്കും. അവർ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ ആ സ്ത്രീകൾ തമ്മിൽ വഴക്ക് കൂടാറുണ്ട്. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു വാടക വീടെടുക്കാൻ പറ്റുമെങ്കിൽ തന്നെ നമ്മൾ മാറി താമസിക്കും എന്നുള്ളതാണ്. അതിന് വ്യത്യസ്തമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് 2020 എന്ന പാർട്ടിയുടെ കോർഡിനേറ്റർ സാബു ജേക്കബ്. സാബു ജേക്കബും സഹോദരനും അവർ രണ്ട് ഫാമിലി ഒന്നിച്ചാണ് താമസിക്കുന്നത്. എനിക്കറിയില്ല ഇപ്പോഴങ്ങനെയാണോ എന്ന്, പക്ഷെ ഞാൻ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. അത് എനിക്കത് കേട്ടപ്പോൾ അതിശയം തോന്നി. അങ്ങനെ രണ്ട് സ്ത്രീകൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബ്രദേഴ്സും എന്നും ഒറ്റക്കെട്ട് തന്നെയായിരിക്കും. അപ്പോൾ ആ ഫാമിലിയുടെ സ്ട്രെങ്ത് എന്തായി മാറി?
ആ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ ബിസിനസ് ചെയ്താലും എന്ത് ചെയ്താലും അവരുടെ കുട്ടികൾ സ്നേഹത്തിൽ വളരുക അതൊക്കെ ബെനിഫിറ്റ് ചെയ്യുള്ളൂ. പക്ഷെ നമ്മൾ സ്ത്രീകളാണ് അതിനൊരു അവസരം ഉണ്ടാക്കില്ല, മറ്റു സ്ത്രീയോട് വഴക്കിടും. അപ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു ഫാമിലിയിലാണ് എന്നെ കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9ാമത്തെ മകനാണ്. ഓർത്ത് നോക്കുക, അത്രയ്ക്കും മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ എൻ്റെ കല്യാണമൊക്കെ ആലോചിച്ച് വന്നപ്പോൾ നമ്മുടെ വീട്ടിലൊരു സംശയമായിരുന്നു, എന്നെ അവിടെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും ഉണ്ടെങ്കിൽ വരുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും അംഗങ്ങളുള്ള ഫാമിലിയാണല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളൊരു തീരുമാനമെടുത്തു, അത് പ്രശ്നമില്ലായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഞാൻ അമേരിക്കയിലാണല്ലോ ജീവിക്കുന്നതെന്ന്. പക്ഷേ ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നിയത്. ആ സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം. അത് മാത്രമല്ല, പല വീടുകളിൽ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടുവന്നേക്കുന്ന സ്ത്രീകളാണ് അവിടെ ഉള്ളത് അല്ലേ. അവർ തമ്മിലുള്ള ആ സ്വരുമ എന്നെ അത് അത്ഭുതപ്പെടുത്തി. ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 37 ഇയേഴ്സായി. പക്ഷെ ഇന്നേ വരെ നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾ ഒരു സ്ത്രീയെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നതോ ഒരു മുഖം കറുപ്പിച്ച് പറയുന്നതോ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കല്യാണം കഴിച്ച് ചെന്ന സമയത്ത് എനിക്ക് അതൊരു അത്ഭുതമായിരുന്നു. ഞാൻ എൻ്റെ സിസ്റ്ററിനോട് ചോദിച്ചു, എന്താണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ആരും തമ്മിലൊരു വഴക്കൊന്നും ഇല്ലാത്ത ഇത്രയും പേരുണ്ട്, അപ്പോൾ എല്ലാവരും അടുത്തടുത്താണ് ജീവിക്കുന്നത്, നമ്മൾ മാത്രമാണ് അമേരിക്കയിലുള്ളത്. അപ്പോൾ എൻ്റെ സിസ്റ്ററിനോ പറഞ്ഞു, അത് നമ്മുടെ അമ്മച്ചിയുടെ കഴിവാണെന്ന്. അപ്പോൾ ഓർത്ത് നോക്കുക, എവിടെയും ഒരു സ്ത്രീയുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ജനറേഷൻ്റെയും കല്യാണം കഴിഞ്ഞുവോ, നമ്മുടെ വീട്ടിലെ ആൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചു. അപ്പോൾ ആ വന്നിട്ടുള്ള പെൺകുട്ടികളും അതേ രീതിയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒറ്റക്കെട്ടാണ്. അപ്പോൾ അതിനൊക്കെ അടിസ്ഥാനമായിട്ടുള്ള എന്താണ്, നമ്മുടെ അമ്മച്ചിയായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കുടുംബത്തിൻ്റെയും ആ ഇമോഷണൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അത് സെറ്റ് ചെയ്യുന്നത് അവിടുത്തെ സ്ത്രീ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് അവിടെ തീരുന്നില്ല. ഒരു സ്ത്രീ ഇപ്പോൾ നല്ലത് മറ്റൊരു സ്ത്രീയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് അവിടെ തീരുന്നില്ല, അത് മറ്റുള്ള സ്ത്രീകളെയും ഇൻസ്പയർ ചെയ്യുകയാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികളാണെങ്കിലും നമ്മുടെ നീസസ് ആണെങ്കിലും അതുപോലെ നമ്മളുടെ ചുറ്റുമുള്ള ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ അത് കണ്ടാണ് പഠിക്കുന്നത്. അതായിരിക്കണം അവരുടെ നോർമൽ. നമ്മൾ സ്ത്രീകൾക്കാണ് ആ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തി ഈ സമൂഹത്തിനെയും ഈ ലോകത്തെയും നന്നാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ സ്ത്രീകളായിരിക്കണം നമ്മുടെ ഫ്രണ്ട് സർക്കിളിനിടയിലാണെങ്കിലും നമ്മുടെ ഫാമിലിയിലാണെങ്കിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും. അപ്പോൾ സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് കാണാം പല ചാനലുകളും എങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കുക, സ്ത്രീകളുടെ മോശമായിട്ടുള്ള ആംഗിളിൽ നിന്ന് പിക്ചർ എടുത്തിടുക, അല്ലെങ്കിൽ പല വീഡിയോകളിലും അപ്പോൾ സംസാരിച്ചായിരിക്കില്ല അതൊക്കെ കട്ട് ചെയ്ത് ഒന്നിച്ചുണ്ടാക്കി അതൊരു മോശമായിട്ട് അവതരിപ്പിക്കുക, അതിൽ വ്യൂ കിട്ടാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ ഇപ്പോൾ റിമ തന്നെ എന്നെക്കുറിച്ച് നല്ലത് സംസാരിച്ചപ്പോൾ അതിന് എത്ര മില്യൺസ് ആണ് ആളുകൾ അത് വാച്ച് ചെയ്തത്. അപ്പോൾ അത് മോശമായിരിക്കണമെന്നില്ല, നല്ല കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിലും നമുക്ക് അറ്റൻഷൻ കിട്ടും, വ്യൂ കിട്ടും എന്നുള്ളത് നമ്മുടെ ചാനലുകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ സ്ത്രീകൾ മനസ്സിലാക്കുക, നമ്മൾ നമ്മുടെ ഫാമിലിയെ റേസ് ചെയ്യുക മാത്രമല്ല, നമ്മൾ നെക്സ്റ്റ് ജനറേഷൻ കൂടി റേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരുടെ റോൾ മോഡൽ ആവുകയാണ് നമ്മൾ എന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ ഇന്നു മുതൽ നമ്മളിപ്പോൾ വർക്ക് പ്ലേസിലാണെങ്കിലും അതുപോലെ ഫാമിലിയിലാണെങ്കിലും മറ്റൊരു സ്ത്രീയുടെ നല്ലത് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, കോംപ്ലിമെൻറ്റ് ചെയ്യുക. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ആ സ്ത്രീ മാത്രമല്ല അതിൽ ആ സ്ത്രീയെ അപ്ലിഫ്റ്റ് ചെയ്യുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മളെ കൂടി അതിൻ്റെ കൂടെ എലിവേറ്റ് ചെയ്യുക ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ലെറ്റ്സ് മേക്ക് പോസിറ്റിവിറ്റി ദ ന്യൂ ട്രെൻഡ്, ലെറ്റ്സ് മേക്ക് അപ്രീസിയേഷൻ ദ ന്യൂ ഫാഷൻ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ നൗ.